നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. എല്ലാവർക്കും നേഴ്സാകാൻ പറ്റത്തില്ല. ആർട്സും സയൻസും അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, നമ്മൾക്ക് മറ്റു പല ക്വാളിറ്റീസും വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലവ്, അനുകമ്പ, സ്നേഹം, കരുണ, ആർദ്രത, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നേഴ്സ് എന്നുള്ള കോള് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതുമല്ല. നേഴ്സിംഗ് എന്ന് പറയുന്നത് അതൊരു കോളാണ്, അതൊരു സർവീസാണ്. അതില്ലാത്തവർ നേഴ്സായാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തെന്ന് നമ്മൾ ഈ കഴിഞ്ഞ, അതായത് ഈ 2025 ആരംഭത്തിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുപറ്റം നേഴ്സസ് കാണിച്ച ക്രൂരത എന്തെന്ന് നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ നേഴ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ, നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് BSc നേഴ്സിങ്ങിന്. അതിലും പ്രത്യേകം ഇന്ത്യൻ മിലിട്ടറിയിൽ ഒരു മിലിട്ടറി നേഴ്സായിട്ട് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അത്രയ്ക്ക് ടാലൻറ്റഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിനുള്ള അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സീറ്റ് വളരെ ലിമിറ്റഡാണ്. അതായത് ഓൾ ഇന്ത്യ എൻട്രൻസ് പോലെയാണ് എന്നാണ് എൻ്റെ അറിവിൽ. ഇതിന് നമ്മൾക്ക് +2, അതായത് സയൻസ് സബ്ജക്റ്റിൽ +2 കഴിഞ്ഞിട്ട് എല്ലാത്തിനും 50% കൂടുതൽ മാർക്ക് വേണം. അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു സെക്കൻഡ് അപ്പിയർ ആയിട്ടുള്ളവരെ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഒരു നിരയായിട്ട് പല ടെസ്റ്റിങ്ങും ഉണ്ട്. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുണ്ട്, ഇൻ്റലിജൻറ്റ് ബേസ്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നീണ്ട ടെസ്റ്റിങ് തന്നെയുണ്ട്. അത് പോരാഞ്ഞിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് വേറെയും. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ 5 ഇഞ്ച്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഒരിക്കൽ ഞാനും അപ്ലൈ ചെയ്തതാണ്. അന്ന് എനിക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയില്ല. കാരണം ഹൈറ്റ് അത് എനിക്ക് 5 ഇഞ്ച് ഇല്ല. അതുകൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയില്ല. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു നീണ്ട കടമ്പയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. ഇന്ത്യൻ മിലിട്ടറിയിൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ലോകത്തെവിടെയുള്ളതിലും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണിത്. കാരണം ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു ലീഡറായിട്ടാണ്, ഒരു ലീഡർഷിപ്പ്, അതായത് നേഴ്സിംഗ് ലീഡർ, ഒരു ലീഡർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഫസ്റ്റ് ഇയർ മുതൽ ഈ നേഴ്സസിന് കിട്ടുന്നത്. അതായത് ഇവർ പഠിച്ചിറങ്ങുമ്പോൾ ഒരു നേഴ്സിംഗ് ഓഫീസർ, അതായത് ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് ഇവർ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. അത് നിങ്ങളൊന്നോർത്തേ. എൻ്റെ അറിവിൽ നാട്ടിൽ മറ്റ് ഒരു നേഴ്സിംഗ് സ്കൂളിലും ഇങ്ങനെയൊരു ലീഡർഷിപ്പ്, അതായത് ഒരു ഓഫീസറായിട്ട് ആർക്കെങ്കിലും പഠിച്ചിറങ്ങാൻ പറ്റുമോ എന്ന് എൻ്റെ അറിവിലില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ മിലിട്ടറിയിൽ നിന്ന് ഒരു BSc നേഴ്സ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങി ഓഫീസറായിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനും ഒരു സിറ്റുവേഷനുമാണ്. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഡോക്ടർ വിജി ജോർജ്, അതെ, ഇന്ത്യൻ ആർമിയിൽ നിന്ന് മിലിട്ടറി നേഴ്സിങ്ങിൽ, അതായത് BSc നേഴ്സായിട്ട് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സിംഗ് ഓഫീസർ. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ആർമിയിൽ നേഴ്സായിട്ട് എങ്ങനെ ജോയിൻ ചെയ്തു, അവിടുത്തെ ട്രെയിനിങ് എങ്ങനെയൊക്കെ ആയിരുന്നു, അതിനുശേഷം പിന്നീട് കുവൈറ്റിലും ഇതുപോലെ തന്നെ മിലിട്ടറി ബേസ്ഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഇവിടെ അമേരിക്കയിൽ നേഴ്സിങ്ങിൻ്റെ ഹയസ്റ്റ് ലെവലിൽ ഡയറക്ടർ ഓഫ് മാഗ്നറ്റ്, അത് അമേരിക്കയിലെ നേഴ്സിംഗ് ഫീൽഡിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് ലെവലാണ്. നമ്മൾക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ ഇന്ത്യൻ നേഴ്സ്, ഒരു മലയാളി നേഴ്സ് അമേരിക്കയിൽ മാഗ്നറ്റ് ഡയറക്ടർ പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇതൊക്കെയാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ടത്. നേഴ്സിങ്ങിൻ്റെ പവറ്, നേഴ്സിംഗ് എന്ന് പറയുന്നത് ബെഡ് സൈഡിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതിന് വളരെ 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 ഉന്നതത്തിലെത്താനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റജി മത്തായി. ഇന്ന്
അതായത് നേഴ്സസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. അതായത് മെയ് മാസം നേഴ്സസ് മന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നേഴ്സസ് വീക്ക്, അതായത് മെയ് 5 മുതൽ മെയ് 12 വരെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു നേഴ്സാണ്. അത് ഒരു നേഴ്സാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം നേഴ്സിംഗ് എന്ന് പറയുന്ന ജോലി, ആ ജോലിയിൽ നമുക്ക് ഏതെല്ലാം ലെവലിലെത്താം, അത് നമ്മുടെ ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ പ്രാവശ്യത്തെ നേഴ്സസ് ഡേ സെലിബ്രേഷന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അതായത് നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ച് ഇവിടെ അമേരിക്കയിലെത്തി, അമേരിക്കയിൽ നേഴ്സിംഗിൻ്റെ ഹയർ ലെവലിലെത്തിയ ഡോക്ടർ വിജി ജോർജുമായിട്ട് നമ്മൾക്ക് ചോദിക്കാം, ഇപ്പോൾ ഡോക്ടർ വിജി ജോർജ് എന്താണ് നേഴ്സിംഗിൽ ചെയ്യുന്നത്, ആ പൊസിഷനിലെത്താൻ എന്തെല്ലാം കടമ്പകൾ കടന്നു. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്, പക്ഷേ നമുക്കെല്ലാവർക്കും ഇത് നേടാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ല, എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് വരുമ്പം ഞാനെപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, അതായത് എനിക്ക് വരുന്ന ഒരു കമ്മിങ് ജനറേഷനോട് പറയണം, ഇതൊക്കെ നമ്മൾക്കും സാധ്യമാണ്. അതായത് ഒരു മാഡം ക്യൂറിയെ പോലുള്ളവരൊക്കെ പറയുമ്പോൾ അതൊക്കെ കടന്നുപോയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോരുത്തരും അവരുടെ ഗോള് നേടാൻ വേണ്ടി എത്രയധികം പ്രയത്നിച്ചു, അതോടൊപ്പം അതിൻ്റെ ഹാപ്പിനെസ് അവർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ വിജി ജോർജുമായിട്ട് സംസാരിക്കാം. താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം നേഴ്സായിട്ട് അമേരിക്കയിലെത്തി അല്ലേ? താങ്ക് യു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു ജയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അതുമല്ല ഇവിടെ വന്നിട്ട് ഗിവിങ് മീ എ ചാൻസ് ടു ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസ് ആൻഡ് ദ ജേർണി. ഇറ്റ്സ് എ ഹ്യൂജ് പ്ലഷർ. ദ പ്ലഷർ ഇസ് ഓൾ മൈൻ. ഓക്കെ. അപ്പം നേഴ്സിംഗ് ഒക്കെ എവിടെ പഠിച്ചത്? ഞാൻ നഴ്സിംഗ് പഠിച്ചത് ആർmed ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ഓഫ് നഴ്സിംഗ് പൂനെയിലാണ് പഠിച്ചത്. ഒരു മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായിട്ടാണ് ട്രെയിനിങ് നടന്നത്. ഓക്കെ. അപ്പോൾ യു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് ഓഫ് കേരള? Yes, I was born and brought up in Jabalpur, Madhya Pradesh. Okay. അതുകൊണ്ട് ഹിന്ദിയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് വരുന്നത്. But I can manage Malayalam and now English has become my primary language after being in US. I'm fluent in Hindi. उतना फ्लुएंट नहीं है. हिंदी मालूम है क्योंकि मैं बिहार में पढ़ी हूँ. Oh, very good. Okay. Very good. So ഞങ്ങൾ ഇത് ഹിന്ദി ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത്, ഹിന്ദി ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരിയൊക്കെ കുറച്ച് ഹിന്ദിയൊക്കെ പറയാൻ പരിശ്രമിക്കാം. അപ്പം സോ എന്തായിരുന്നു, വാട്ട് വാസ് യുവർ ഗോൾ? എന്തായിരുന്നു, മീൻസ് പഠിച്ചു വളർന്ന സമയത്ത് ആരാകണമെന്നായിരുന്നു ആഗ്രഹം? ഒരു ഹൈസ്കൂളിലൊക്കെ ഉള്ളപ്പോൾ തന്നെ ഐ ന്യൂ ദാറ്റ് ഐ വാണ്ടഡ് ടു ബി ഇൻ എ ഫീൽഡ് വെയർ ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് അതേഴ്സ്. ഒരു വളരെ ഒബ്വിയസ് ഇതായിട്ടായിരുന്നു. മൈ ഫാദർ വാണ്ടഡ് മീ ടു ബി എ ഡോക്ടർ ലൈക്ക് എനി അതർ ഇന്ത്യൻ പേരൻസ്. മൈ മദർ വാണ്ടഡ് മീ ടു ബി എ ടീച്ചർ ആൻഡ് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഒരു വെരി പ്രാക്ടിക്കൽ ആൻഡ് ഓറിയൻറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് ഐ ന്യൂ വാട്ട് എവർ ഈസ് കമ്മിങ്. ആ സമയത്തൊക്കെ മിക്കവാറും വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. ലൈക്ക് either you're going for to become a doctor or engineer or teacher or nursing ഒക്കെ അത്ര വലിയൊരു ഇതായിട്ടില്ലായിരുന്നു. I just saw this as an advertisement in a newspaper about military nursing program. അത് ഞങ്ങൾ താമസിച്ചത് എൻ്റെ പപ്പ വർക്ക് ചെയ്ത മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലാണ്. So I kind of like knew about military experiences. So we lived in a cantonment area. അപ്പോൾ മിലിറ്ററി ഓഫീസേഴ്സും മിലിറ്ററി ഇതൊക്കെ എല്ലാം വളരെ ഒരു പരിചയമാണ് ഞങ്ങൾക്ക്. As a result, I have seen the style and the abundance of the facilities. At the same time, the military environment le oru discipline life ഒക്കെ അറിഞ്ഞും ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒത്തിരി പേര് എൻ്റെ മിലിറ്ററി പേരൻസിന്റെ മക്കളും ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. So I was very exposed to that kind of thing. So I knew what an officer, military officer means. So when I saw this advertisement in the newspaper, military nursing officer and you're going to be a lieutenant, നഴ്സിങ്ങിനെ പറ്റി വലിയ അറിയത്തില്ല. ബട്ട് യെസ്, ഇറ്റ്സ് എ ഹെൽത്ത് കെയർ. ഒരു നഴ്സിംഗ് ഓറിയന്റഡ് ഇതായിട്ടാകുമ്പോഴത്തേക്ക് ഹെൽത്ത് കെയർ ആണല്ലോ. പ്ലസ് മിലിറ്ററി ഒരു ഡബിൾ ഒരു ഇതായിട്ട്, പ്ലസ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ്. യു ഹാവ് ടു ബി സെലക്ടഡ് ഇൻ ദിസ് പ്രോഗ്രാം 1 in 25 ആയിരുന്നു. ഞാൻ ലൈക്ക് only 25 students they were selecting from all over India. അപ്പോൾ അതൊക്കെ ഒരു വളരെ ഒരു അട്രാക്ഷൻ ആയിരുന്നു ഫോർ മീ ടു അപ്ലൈ ഫോർ ദാറ്റ്. ആൻഡ് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഹൂ ആം ഐ ടു ബി ഇൻ ദാറ്റ് 1 in 25 എന്നുള്ള ഒരു മനസ്സിലൊക്കെ ആയിരുന്നുണ്ട്. പക്ഷെ എന്നാലും അപ്ലൈ ചെയ്തു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് അഡ്മിഷൻ ആൻഡ് ദെൻ നെവർ ലുക്ക് ബാക്ക്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അമേരിക്കയിൽ അത് ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയോ? യെസ്, അമേരിക്ക വരുന്നത് ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. വെൻ യു ആസ്ക് മീ അബൌട്ട് വാട്ട് ദെൻ യു ഡ്രീംഡ് ഓഫ്, വൺസ് ഐ വെന്റ് ഇൻടു ദാറ്റ്
military training as well as nursing. I just fell in love with what I was doing. പിന്നെ എൻ്റെ ഡ്രീം ജസ്റ്റ് മിലിറ്ററി തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മിലിറ്ററി എന്റെ ഒരു ഡ്രീം ആയിരുന്നു. എനിക്ക് പൊക്ക കുറവായോണ്ട് കിട്ടിയില്ല. പക്ഷെ ആ മിലിറ്ററി നഴ്സിംഗ് അതെങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ വിജി പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിലിറ്ററിയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? Military experience is very unique. So we were trained to be leaders as a military officers. At the same time, we were trained to be nurses. Most of the military nursing officers are trained to lead and be that pioneer in their ഒരു different world ആണ്. And it is well disciplined, very strict ഒരു routine ആണ് നമ്മുടെ. Even the language that we are talking, we had to talk in either English or in Hindi. That was only language you can. Even though you come from any different, you had very strict upbringing in the sense from our morning started at 5:45 with PT. Oh my God! Okay. Then breakfast in a very in a formal sitting environment. You had to very formal eating environment in a formal dining hall. Oru nalla well disciplined. You were kind of like military. Indian military is based on that British lifestyle, royal lifestyle. അപ്പോൾ ആ റോയൽ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഈവൻ ലിവിങ് വി യൂസ് ടു കോൾ ലിവിങ് ക്വാർട്ടേഴ്സ്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് വളരെ വെൽ ഫർണിഷ്ഡ് ആൻഡ് ഒരു ഗ്രാൻഡ് ആണ്. നമുക്ക് കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഫ്രം ദ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ നേഴ്സിംഗിന് വരുമ്പോൾ തന്നെ ഒരു മിലിറ്ററി ഓഫീസറിന്റെ രീതിയിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ നേഴ്സസും മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. Exactly. We all graduated as lieutenant in the army. But with 2 stars I had, and you feel so proud. You have finally made it. അപ്പോൾ ഒരു കമ്മീഷൻ സെറമണി എന്ന് പറയും. Those who are familiar with military. And they so commissioned military officers. Yes. Okay. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ മിലിറ്ററി നേഴ്സായിട്ട് ജോലി ചെയ്യണം. കാരണം ഇത്രയും റെസ്പെക്ട് ഞാൻ എങ്ങും ഇന്ത്യയിൽ കേട്ടിട്ടില്ല നേഴ്സിങ്ങിന്. അതായത് നമ്മുടെ നാട്ടില് ഓക്കെ, പക്ഷെ വെളിയിലോട്ടൊക്കെ ചെല്ലുമ്പോഴൊക്കെ അത്രയ്ക്ക് റെസ്പെക്ട് ഇല്ല നേഴ്സിങ്ങിന്. അപ്പം മിലിറ്ററിയിൽ നല്ല ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ്. അത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? So yes, life happened. Marriage happened to a civilian. പിന്നെ രണ്ടുപേര് രണ്ടിടത്തായി. And there is an ordinance that came that you cannot leave army on marriage ground after that last ordinance. ഒരു ordinance ഒരു rule ആണ്, like a law, Indian military decree law പോലെ. ഇപ്പോൾ മാരേജ് അതിന് മുമ്പ് മാരേജ് ഗ്രൗണ്ടിൽ നമുക്ക് വിടാന്നുണ്ടായിരുന്നു. അപ്പം my husband being a teacher and a civilian, he was teaching in Kerala. And ഞാൻ ഇവിടെ അന്നേരം പൂനെയിലായിരുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് you make decisions based on what is best for you. You may not know what is but I didn't want to. That was one of the most toughest decision I made in my life, to leave military, because I wanted to grow there, reach to the highest level wherever God will take me. But now when I look back, I feel like God has had a plan for me to use that experience and knowledge what I got to use it for beyond military setup, even in civil setup. പിന്നെ അവിടുന്ന് ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അല്ല, പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് മിലിറ്ററി നേഴ്സസിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? I have heard about that. I think initially അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് തുടങ്ങിയത്. So I do not remember the history as of. I've seen a lot of that. So ഇപ്പോൾ ഞാൻ മിലിറ്ററിക്ക് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ even my parents were not very happy about it, but they were very progressive parents. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടു. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. But they inquired about it because as parents, that especially Indian parents, അതൊക്കെ വലിയൊരു കാര്യമാണല്ലോ. So no, അതൊരു പണ്ട് കണ്ടായിരുന്നു, ആയിരിക്കും 60s തുടങ്ങിയത്. But no, like പിന്നെ ഒരു ഡിഫിക്കൽട്ടി ഇതാണെന്ന് പറഞ്ഞാൽ because of your transfer or because of your status of things, many people were not finding their listening partner. But I was fortunate to get married into a military family. അപ്പൊ അങ്ങനെ പപ്പയ്ക്കൊക്കെ അറിയാമായിരുന്നു മിലിറ്ററിയുടെ ഗുഡൻസ് ഒക്കെ. അപ്പം it all worked well for me. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മിലിറ്ററി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഹസ്ബൻഡിന് നമ്മുടെ കൂടെ വന്ന് താമസിക്കാം. If it is, yeah, you get a full furnished quarters and everything, right? Again, or if he want, he can work outside wherever. നമുക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം if you are same ഇതൊക്കെ ആണെങ്കിൽ ഒരിടത്ത് തന്നെ ആ യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റിംഗ്സ് ഒക്കെ ചിലപ്പോൾ ഒരുമാതിരി ഒന്നിച്ചൊക്കെ കിട്ടും. There is consideration for that. I do not know much about all those details. I only stayed there for 3.5 years, and because of that reason
place and left and never thought that I will come to US. ഓക്കെ But അങ്ങനെ അപ്പൊ യു എസിലോട്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെ വന്നു? സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I was then after military I started teaching in Kerala. ടീച്ചിങ് കുറച്ച് നാൾ എഡ്യൂക്കേറ്റർ ആയിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ ഓഫ് നേഴ്സിംഗ്. Yes. Then I got an offer to be a principal there. പക്ഷെ അപ്പോഴത്തേക്ക് my sister-in-law is here in the US. So she encouraged us to come here. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. I didn't want to, but again my family, they encouraged, especially my husband, that മിലിറ്ററി ഒക്കെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നാട്ടിലേക്ക് ദാറ്റ് യു ആർ മെൻ ഫോർ സംതിങ് ഡിഫറെൻറ്റ് എപ്പോഴും ഒരു എൻകറേജറും ഒരു ലൈക്ക് ഹി വാസ് ദാറ്റ് ദ വിൻ ബിഹൈൻഡ് മൈ വിങ്സ് എന്ന് പറഞ്ഞ പോലെ എൻകറേജ് ചെയ്ത്. അപ്പോൾ ഇതിനു വേണ്ടി ആ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു അഡ്വർടൈസ്മെന്റ് വേറെ കണ്ടത്. കുവൈറ്റിൽ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ തുടങ്ങുന്നു. ദാറ്റ് വാസ് എ പോസ്റ്റ് വാർ ആൻഡ് ദേ വെർ റിക്രൂട്ടിംഗ് നഴ്സസ് ആൻഡ് വി സോ ദാറ്റ് അഗെയിൻ ആസ് എൻ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ന്യൂസ് പേപ്പർ ഇൻ കേരള. അപ്പോൾ ഒന്ന് ചെയ്തേക്കാം ബിക്കോസ് US ആ സമയത്ത് എടുക്കുന്നില്ലായിരുന്നു. ഫോർ സം ടൈം ദേ വർ നോട്ട് ടേക്കിംഗ് നഴ്സസ്. സോ ഫോർ ഇൻട്രീമായിട്ട് വെറുതെ നോക്കി കളയാമെന്ന രീതിയിൽ again you don't know when you're applying whether you're going to get or not, right? Okay. And we were young, newly married, and we said okay, why not, we will try that and let's see how that goes. അപ്പോൾ അവിടെയും കിട്ടി അങ്ങോട്ട് ഒരു 200 നഴ്സസിനെയൊക്കെ എടുത്തു. സോ ഐ വാസ് റിക്രൂട്ടഡ് ഫോർ ആസ് എ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഫോർ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുവൈറ്റ് ആൻഡ് ദി offerings that they were giving in a military hospital, you are going to be part of a big project of starting a hospital, a military hospital from the scratch. It was very exciting to try. You used to see another country, so why not, as far as interim we will try and we're into Kuwait. And then we stayed there for 6 years. And meantime the process was happening for I appeared for the test, and then we left the project of coming to US when I Kuwait because my husband had a good job in Kerala and അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം എന്നൊക്കെയുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. But we both were working really good in Kuwait too and doing well. So we'll work for some time, and when our kids will go to school, we'll go back to India and our plan. But since we applied, my sister-in-law proceeded with the visa process of the green card because of I passed my CGFNS. And it took 2 to 3 years. And when it came, then we had to make again another decision to leave everything, a comfortable life with a 2-year-old kid, whether you want to leave it. But we made that decision and again feel good about it. Like certain decisions happen for a certain reason. So that's what we ended up. അപ്പൊ കേരളത്തിൽ ഇന്ത്യയിലെ നേഴ്സിംഗ് പഠിച്ചു, കേരളത്തിൽ ജോലി ചെയ്തു, കുവൈറ്റിൽ ജോലി ചെയ്ത്, പിന്നെ അമേരിക്കയിലെത്തി. അപ്പൊ ഇനി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഡോക്ടർ വിജി, അതായത് നേഴ്സായിട്ട് അമേരിക്കയിൽ ബെഡ് സൈഡ് നേഴ്സ് ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പോഴത്തെ പൊസിഷനിൽ എങ്ങനെയാണ് എത്തിയത് ആ കഥ. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള പിന്നെ ജേർണി, അതായത് എനിക്കറിയാം പറഞ്ഞായിരുന്നല്ലോ ബെഡ് സൈഡ് നേഴ്സിംഗിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതേപറ്റി കൂടുതലായിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. യെസ്, ഒരു ബെഡ് സൈഡ് നഴ്സിംഗിലാണ് തുടങ്ങിയത്. ഐ ഗോട്ട് മൈ വിസ ടു വർക്ക് ഹിയർ ആസ് എ നഴ്സ്. ഐ ഗോട്ട് മൈ RN license. You have to come and take your license to practice here in this country. So I got my NCLEX RN license ഒക്കെ കിട്ടിയതിന് ശേഷം I was working as a clinical nurse, and on the side the family was growing too. And from there, I always wanted to work in neonatal ICU. So I applied and took my internship to become a neonatal ICU nurse and worked there. And I loved it. And I thought that I'm going to retire as a neonatal ICU nurse. We call NICU nurses. And really enjoyed. But then I was also very involved. They say once a leader is always a leader. Was in school a leader. Many places that everywhere I worked was, like got to work in a leadership roles. So was involved in my hospital initiatives, especially coming to Texas, and Texas Health Resources has got a lot of opportunities for you to learn and grow. There is a clinical ladder program. So I was involved in that and grew up in the clinical ladder program for bedside nurses from level 2 to level 6. So because of my involvement and leadership, and I became a level 6 nurse and got the opportunity to become the magnet program director for the same hospital where I worked when the previous magnet program director retired, because I was identified as one of the best candidates for the role, which I was not thinking that I'm ready for that responsibility. Again, grateful for that opportunity, and that was also an opportunity to be system clinical excellence program manager for the corporate. It is a big hospital system. So that was a dual
role of a corporate leader and a hospital magnet program director. So that's how I ended up in this role. അപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഡോക്ടർ വിജി ജോർജിനെ ടെക്സസ് ഹെൽത്തിൽ വർക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് മാഗ്നറ്റിൽ അപ്പോൾ എൻ്റെ ലീഡറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ നേഴ്സ് അസോസിയേഷനിലും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടെക്സസ് ഹെൽത്തിൻ്റെ മാഗ്നറ്റ് പ്രോഗ്രാമിനെ പറ്റി, അതായത് ഈ മാഗ്നറ്റ് പ്രോഗ്രാമിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? എന്താണ് ഈ മാഗ്നറ്റ് പ്രോഗ്രാം? Yes, magnet program in short is nursing excellence and clinical excellence. So if you are working in a magnet hospital, means you got the best working condition for yourself as a nurse, as well as best clinical outcome for your patients. There are a lot of standards to be maintained to get your magnet designation. It is considered as the gold standard for nursing excellence. So ഏറ്റവും ബെസ്റ്റ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് മാഗ്നറ്റ് ഹോസ്പിറ്റൽസ് ആർ കൺസിഡേർഡ്. ആൻഡ് ഓൺലി 8% ഓഫ് ദി ഹോസ്പിറ്റൽസ് ഇൻ ദ US ആർ മാഗ്നറ്റ് ഹോസ്പിറ്റൽ. ദർ ആർ മെനി മാഗ്നറ്റ് ഹോസ്പിറ്റൽസ് ഓൾ അറൌണ്ട് ദ വേൾഡ്, എസ്പെഷ്യലി ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് സം യൂറോപ്യൻ countries too. But most of them are here in the US. So you are kind of like working in among the top grade of nurses in one of the top hospitals. അതെ, എനിക്കും അത് എപ്പോഴും പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് മാഗ്നറ്റ് ഹോസ്പിറ്റൽ. ബിക്കോസ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം എത്ര. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ബെസ്റ്റ് കെയറും അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കാരണം നമ്മുടെ പേഷ്യൻറ്റിന് ബെസ്റ്റ് കെയർ കൊടുക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതെ, നമ്മൾക്ക് ചിലപ്പോൾ തോന്നും, വെളിയിൽ നിന്ന് നിൽക്കുമ്പോൾ തോന്നുമോ മാഗ്നറ്റ് ഹോസ്പിറ്റലാണ് ഭയങ്കര ടഫായിരിക്കും ജോലി ചെയ്യാനെന്ന്. പക്ഷേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് സൈക്കാട്രിയിൽ അഡ്വാൻസ് ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് ആ സത്യം പറഞ്ഞാൽ മാഗ്നറ്റ് ഹോസ്പിറ്റലിൽ ലീവ് ചെയ്താൽ ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷനും. അത് അതായത് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷനും ഡോക്ടേഴ്സിൻ്റെ കെയറും നേഴ്സസിൻ്റെ കെയറും അതുപോലെ തന്നെ അതോറിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെയറും എല്ലാം കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മാഗ്നറ്റ് ഹോസ്പിറ്റൽ. Patient experience and nurse experience or nurse satisfaction, as you mentioned, patient satisfaction, those are very key important standards to maintain as a magnet hospital. So definitely you have to have, like those kind of standards maintained where the nurses feel very, they are able to work to the top level of their license. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു നഴ്സസിന് അവരുടെ ഓട്ടോണമി ഉണ്ട്, ദേ ആർ എംപവേർഡ് ആൻഡ് വി കോൾ ഇറ്റ് എവറി നഴ്സ് ഈസ് എ ലീഡർ. അതെ, അത് ശരിയാണ്. ഒരു നേഴ്സ് ഈസ് എ ലീഡറാണ്. നമുക്ക് നേഴ്സസിന് പല റോളുകളുണ്ട്. അപ്പം ഇവിടം വരെ എത്തി. ശരിയാണ്, വൺസ് എ ലീഡർ ഈസ് ഓൾവേസ് എ ലീഡർ, അത് ശരിയാണ്. അപ്പം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇവിടം വരെ എത്താനായിട്ട് അതെങ്ങനെ ഹെൽപ്പ് ചെയ്ത്? യെസ്, ഐ തിങ്ക് മൈ എഡ്യൂക്കേഷൻ ഹസ് പ്ലേഡ് എ ലോട്ട് ഓഫ് റോൾ ഇൻ മൈ ഗ്രോത്ത് പേഴ്സണലി ടു. ഐ ലവ് ലേണിംഗ്. So as soon as I did my bachelor's of nursing, I did my master's, and master's was in sociology. അപ്പോൾ ഇവിടെ വന്നിട്ടും like a lot of opportunities being in a master magnet hospital, you get to advance your education, or you go to a lot of training, or growth opportunities in so many different directions wherever you want. So hospital supports, there is some tuition reimbursement and facilities for you to grow. So I knew I wanted to go back, and I always knew I want to get my terminal degree, get a doctoral program. I thought I'm going to go and become an educator because I love teaching, and maybe I'll go into teaching eventually and do my PhD. So that's when I said, like, this opportunity came for me to become a magnet program director, and it is a doctoral preferred position. So most of my colleagues were, doctorally prepared, and some of them were doing in the school. So I always believe that learn the best that you can to do your work that you love to your level best, right? So I wanted to do that, to do my job better, and here my organization is supporting for me to go back to school, so why not? So another decided to get my doctoral degree, and I did my leadership, executive leadership. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? I always say that the sky is the limit for those who want to learn and explore, right? So as a learner, I never stop learning. Even now I'm doing some educational programs. I always enroll in anything that comes in my path to see that excites me or to make me better, or I'm driven by excellence, something that can make me do well
or excellent in my job, or what I can be better than yesterday. ഓക്കെ അപ്പം അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് you can only do so much in your hospital system under the jurisdiction of your role. So once you get your DNP has expanded my opportunities multifold. Like I got a lot of opportunities to grow in the professional organizations. Then one of the examples, I became member of the Sigma. Sigma Nursing is an international professional organization. So it is for honor nurses. Either you have to be a leader or you have to be an honor student to be a part of Sigma. So it's kind of like one of the best nurses professional organization. And I grew there now I work as a role of the one of the chapter president, and I'm also the international region 7 coordinator, and involved in global leadership mentoring community as a coordinator. So get to work with such great global nursing leaders and in mentoring program to develop other leaders to grow into leadership roles. Paduru paatana. Then I'm locally involved with our Indo-American Nurses Association too. Then beyond that, what I have done is I'm very much passionate about evidence-based practice. So I have done evidence-based practice fellowship. As a result, what is the best evidence out there? Research ഒക്കെ നടക്കുന്നുണ്ട്, but can we bring those best practices in healthcare or for our staff as well as for our patient in our practice field? And being a DNP, it has enabled me to learn more about it. And evidence-based practice has been one of the predominant things that I enjoyed and loved. So I collaborated with Johns Hopkins University and with a few of my friends and colleagues. We have started an Indo-American Evidence-Based Practice Academy. And as a result, we have extended our evidence-based practice on my, on my side, that which I love to do fellowship program for Indian nurses who are interested in learning about evidence-based practice. Oh, so you have some students from India too? Yes, so that is predominantly for Indian nurses. Okay. Indo- അല്ല Indo-American evidence-based ഇവിടെയുള്ള practice. നേഴ്സസ് അല്ലാതെ ബൈക്ക് ഹോം Yeah, ഇന്ത്യയിലുള്ള so India, അതായത് so they are, അതെങ്ങനെയാ അപ്പൊ കോർഡിനേറ്റ് ചെയ്യുന്ന നാട്ടിലുള്ള നേഴ്സിംഗ് സ്കൂൾ വഴിയാണോ? yes, that's a very good question. So in that academy, we have 4 of us. 2 are from India. They are like principals, and 2 of us are from here in US. So the program that we use is the evidence-based practice program from Johns Hopkins Nursing Evidence-Based Practice. Their latest book has been published about the EBP. The model that we use is Johns Hopkins Nursing EBP model. And the fellowship program is exclusively for the Indian nurses. So we kind of select around 12 to 16 fellows for 1-year program. And the coordination is entirely through various nursing organizations there, like ANI, which is Association of Nurse Executives of India, and other professional organizations. And we have developed over the years, this is now we are into 5th year of that, academy is running so well. So we get very highly qualified nurses, nurse leaders, educators who want to do this EBP fellowship program. So we 4 of us are managing that, and that is like now you're learning and giving back to the next generation or anyone who wants to take their leadership or clinical practice to a step above. ഓക്കെ, അപ്പൊ ഇത്രയും നാളും എന്തെല്ലാം നേടിയോ അത് സ്വയമായിട്ട് വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത്, അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഞാൻ പറയും എപ്പോഴും നമ്മൾ ആ ബെഡിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും സിക്നെസ് വരാതിരിക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് നേഴ്സ് നമ്മളെ ടേക്ക് കെയർ ചെയ്യണമെന്നാണ്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വരുന്ന തലമുറയെയും കൂടെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയും ഡോക്ടർ വിജി വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. I love that. I think that's what is giving me most satisfaction these days is sharing what I have learned hard way, more than 25 years of being in nursing, and different countries. Every country, the nursing practice is same, but the culture or the standards are different. For what is the best excellent nursing care, the best practices out there in the world, how can I learn and share with others? So these kind of programs and mentoring, so evidence-based practice and mentoring, as you mentioned, നമ്മൾ അടുത്ത തലമുറയെ റെഡി ആക്കണം. You're sharing with the next generation to see what else is out there for you to learn and grow. Nursing is a very dynamic profession.
ഇത്രയും ഡൈനാമിക് വേറൊരു പ്രൊഫഷൻ ഇല്ല. യു ക്യാൻ ബി ആൻ എഡ്യൂക്കേറ്റർ, യു ക്യാൻ ബി an അഡ്മിനിസ്ട്രേറ്റർ, യു ക്യാൻ ബി എ ലീഡർ, യു ക്യാൻ ബി നഴ്സ് ഇൻഫോർമാറ്റിക്സ് അത് പഠിച്ചിട്ട് പോകാം, or you can be a nurse practitioner like you who can practice. And even in India now we have got DNP programs ഒക്കെ തുടങ്ങുന്നു, and nurse practitioners ഒക്കെ തുടങ്ങി already. So you can take, say this, how do we share these best practices until unless you learn what is out there. So that is what just excites me, to learn and bring the best practices to share with others. ഓക്കെ. എനിവേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്ത്, അപ്പം ഇനി വരുന്ന തലമുറയോട് പറയാനായിട്ട് പ്രത്യേകിച്ച് എല്ലാം ഒരുവിധമൊക്കെ ചെയ്ത് ഇതിൽ നിന്നൊക്കെ ഒത്തിരി കിട്ടി. അഥവാ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഒരു നേഴ്സിംഗ് ഫീൽഡിലോട്ട് വരുന്ന ഒരു നേഴ്സിനോട് പറയാനായിട്ട് ഡോക്ടർ വിജിക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു സജഷൻ കൊടുക്കാനുണ്ടോ? I always say that whatever you do it with your full heart. Love it. Love it or don't do it. Okay. And what you love, do it to your level best by learning what is out there to make your passion or your work much easier. So never stop learning. Okay. And above all that, live your life. You got only one life to live, right? So live it to the fullest by doing the things that you enjoy more, like how you are taking time to do this, to share all these experiences with others, right? So whatever is your passion, do it with your love and passion. So that has become my latest 3 L's I call: love, learn, and live your life. So all the best, those who are aspiring to become nurses, or for that matter, anyone who are aspiring to be a healthcare leader. You have such great power to not only influence you, but people around you, and even beyond that you can even imagine. There were so many people in my life who have enabled me to be where I am today, or learn. അപ്പം അത് തന്നെ ഐ വോണ്ട് ടു ഡു ഫോർ. ഇതിപ്പോൾ സത്യം പറയണ കോയിൻസിഡൻ്റ് ആയിരിക്കും. എൻ്റെ മനസ്സിൽ ഞാനിത് പറയാൻ വരുമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ വിജി പറഞ്ഞു നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി അത് ഗേവ് അപ്പ് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ അതോടൊപ്പം എനിക്ക് ഫാമിലിയോടും പറയാനുള്ളത് സപ്പോർട്ട്. ആരാണെങ്കിലും ഇപ്പം നിങ്ങൾ നേഴ്സാണ്, ഏത് പ്രൊഫഷനുള്ള കുഞ്ഞുങ്ങളെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അവർ ആ പ്രൊഫഷനിൽ തന്നെ നിൽക്കാതെ, ചിലപ്പോൾ ശരിയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യണം, പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം മൾട്ടി ടാസ്കിൻ്റെ സമയമാണ്. എന്തെങ്കിലും പാഷൻ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അത് വളർത്താനായിട്ട് ഫാമിലിയും സപ്പോർട്ട് ചെയ്യുക. Very good. Without family support, no one can be successful. Yes, right? yeah. You have to support മക്കളുടെ ഇതായിട്ടും and plus your spouse, your partner. Family support ഇല്ലാതെ ആർക്കും വളരാൻ പറ്റത്തില്ല. This is a mutual responsibility. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും അങ്ങനെയുള്ളൊരു ഫുൾ ഫാമിലി സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. എനിവേ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി നഴ്സസ് വീക്ക്. ഓക്കെ, പ്രൗഡ് ടു ബി എ നഴ്സ്. Proud to be a nurse. നമ്മൾ ഡോക്ടർ വിജി ജോർജിൽ നിന്ന് കേട്ട് എങ്ങനെയാണ് ഡോക്ടർ വിജി ജോർജ് ഒരു മിലിറ്ററി നേഴ്സ് ആയത്, അതിനുശേഷം പിന്നെ അമേരിക്കയിൽ ഒരു മാഗ്നറ്റ് ഹോസ്പിറ്റലിൽ, അതായത് മാഗ്നറ്റ് ഡയറക്ടറായിട്ട് എങ്ങനെയാണ് എത്തിച്ചേർന്നത്, ഈ കഥകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വൺസ് എ ലീഡർ ഈസ് ഓൾവേസ് എ ലീഡർ. പിന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ പവർ അത് വളരെയധികമാണ്. ഇന്ത്യൻ മിലിറ്ററി നേഴ്സിംഗിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അവിടുത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഫോർമലായിട്ടുള്ള ട്രെയിനിങ് ആണ്. നല്ല അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി നടക്കുന്ന ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പം അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല, ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അതും ഒട്ടും എളുപ്പമല്ല. ഈ കടമ്പകളെല്ലാം കടന്ന് മിലിറ്ററി നേഴ്സായിട്ടുള്ള ഓരോ നേഴ്സുമാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. എനിക്ക് തോന്നുന്നത്, എനിക്കന്ന് അഡ്മിഷൻ കിട്ടാഞ്ഞത് നന്നായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് ചിട്ടയോടും, ഞാനൊരു ഉഴപ്പിയാണ്, ഇത്രയ്ക്കും ചിട്ടയോടും അടുക്കും ചിട്ടയുമുള്ള ഒരു കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന്. പക്ഷേ കംപ്ലീറ്റ് ചെയ്ത നിങ്ങൾ ഓരോരുത്തരും വളരെ ടാലൻറ്റഡാണ്, ബ്രേവാണ്. ഐ റിയലി റെസ്പെക്റ്റ് യു ഗൈസ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു നേഴ്സസ് മന്തിൻ്റെ ആശംസകൾ. ഇനിയും സെർവ് ചെയ്യുക. അത് ഏറ്റവും സന്തോഷവും അഭിമാനവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മിലിറ്ററി നേഴ്സിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയണം, എങ്ങനെയാണ് അഡ്മിഷൻ, അതുപോലെ തന്നെ ട്രെയിനിങ്ങിനെ പറ്റി, ഇതിൻ്റെ മറ്റു പല വശങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. ഇനിയും ഇതിനെപ്പറ്റി വീഡിയോകൾ ഇടണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. നേഴ്സിംഗ്
ഒരു നല്ല നോബിൾ പ്രൊഫഷനാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, പല കുട്ടികളും മറ്റ് പല പ്രൊഫഷനിലും നന്നായിട്ട് ടാലൻറ്റഡ് ആയിട്ടും പഠിച്ച് മിടുക്കരായിട്ടുള്ള കുട്ടികൾ മറ്റ് പല പ്രൊഫഷനിലും പോയിട്ടും അവിടെ നിന്ന് തിരിച്ച് നേഴ്സിങ്ങിലോട്ട് വരുന്ന പല കുട്ടികളെയും എനിക്കറിയാം. അതിൻ്റെ പ്രധാന കാരണം ജോബ് സെക്യൂരിറ്റി, അതും പിന്നെ മറ്റ് പല പ്രൊഫഷനുകളിലെ വെച്ച് നോക്കുമ്പോൾ ആ കോമ്പറ്റീറ്റീവ്നെസ്സും ജോബ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ആ സ്ട്രെസ്സും അതൊക്കെ നേഴ്സിങ്ങിൽ വളരെ കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളെക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ദീന, അനുകമ്പ, സ്നേഹം, കരുണ, ആർദ്രത. ഇതെല്ലാം ഓരോ ഹ്യൂമൻ ബീങ്ങിനും ഉള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പുട്ട് ഇറ്റ് ഇൻ പ്രാക്ടീസ്, നല്ല ട്രെയിനിങ്ങിൽ പഠിച്ചാൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നേഴ്സിംഗ് നല്ലൊരു പ്രൊഫഷനാണ്. അതിനായിട്ട് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരിക. അഥവാ ഇതേപ്പറ്റി അറിയാത്തവർ അതേപ്പറ്റി അറിഞ്ഞിട്ട് നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരിയാണ്, തുടക്കത്തിൽ നൈറ്റ് ഡ്യൂട്ടിയും പ്രാക്ടീസും ഇതെല്ലാം പഠിത്തവും ജോലിയും എല്ലാം ഒരുമിച്ച് പോകുന്ന ഹെഡ് ടു ടോ കെയറാണ്. ഞാൻ നേഴ്സിങ്ങിൻ്റെ കെയറും, അതായത് ഒരു നേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പിന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.